നിരവധി ആളുകൾ നമ്മെ വിട്ടുപോയ ഒരു കാലഘട്ടമാണ്, നഷ്ടങ്ങളുടെ ഒരു കാലമാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് സ്വാഭാവികമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ മരണത്തിൽ പോലും മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന, അല്ലെ മരണത്തിൽ പോലും ഒരു വടസ്തവമായി മാറാൻ കഴിയുന്ന ആളുകൾ യുക്തിവാദികളും. കേരളത്തിൽ ശരീരദാനം നടത്തിയിട്ടുള്ള 99% പേരും യുക്തിവാദികളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്ര ബോഡി ഞങ്ങളുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മരണത്തിൽ പോലും ഒരു മാതൃകയായി മാറാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം യുക്തിവാദികൾ ഒരാളാണ് സുമനൻ സാർ എന്ന കാര്യത്തില് നമുക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഈ മരണത്തെ നമ്മള് സ്വാഭാവികമായി ഒരു വേദനാകരമായ കാര്യമാണെങ്കിൽ പോലും, വേർപാടുകള് കുടുംബത്തെ സംബന്ധിച്ച് വളരെയേറെ വേദനാകരമാണെങ്കിൽ പോലും, ആ മരണത്തിലും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന കാര്യത്തില് സംശയമില്ല. അപ്പൊ അത്തരം ഒരു വിജിഗീഷുവായി മരണത്തിൽ പോലും മരണത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സുമനൻ സാറിനെ നമുക്ക് സ്മരിക്കുമ്പോൾ അഭിമാനമുണ്ട്. സുമനൻ സാറിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട്. എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലൊരു പോലീസുകാരന് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ നാട്ടിൽ വരുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സുമനൻ സാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു യുക്തിവാദി ഉണ്ട് ആലപ്പുഴ, അയാളെ കുറിച്ച് എനിക്കൊന്നും ഇല്ല. എന്താ കാര്യം എന്നും പുന്നപ്പുറ പോലീസ് സ്റ്റേഷൻ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതിയാണ്. ഇനി അമ്പലത്തിലെ മൈക്ക് കഴുകണം, ഇനി അമ്പലത്തിൽ ശബ്ദശൈലി, ഇന്ധന വിമർശനം, അങ്ങനെ നിരന്തരം ഒരു പരാതി എഴുതി കൊടുക്കുകയും അത് എഴുതി കൊടുക്കുക മാത്രമല്ല അത് ഫലപ്രദമാക്കി എടുക്കുന്നത് വരെ എന്റെ പുറകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു മനസ്സിലാക്കി. അപ്പൊ അതൊരു പ്രതിബദ്ധതയാണ്, ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ്. നിലവിലുള്ള ഒരു നിയമം അത് നടപ്പിലാക്കിയ മതിയാവും എന്നുള്ളത്, അത് ഏത് ദേവേന്ദ്രനായാലും വേണ്ടില്ല, ഏത് അമ്പലമായാലും വേണ്ടില്ല, പള്ളിയായാലും വേണ്ടില്ല, ആ നിയമം നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ നിർബന്ധം ഉണ്ടാവുകയും അത് ജീവിതകാലം മുഴുവൻ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇടമലം നോക്കാതെ നിലനിൽക്കുന്നതാണ്. സത്യത്തിൽ യുവതി സംഘത്തിന് എനിക്കൊരു 4 പതിറ്റാണ്ടാണ് അദ്ദേഹം ബന്ധം. പലപ്പോഴും ഇണങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സംഘടനയുടെ ഒരു 4 അതിരുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു യുവാദ് സംഘത്തിന്റെ ഔദ്യോഗിക ഭാരവാഹി ആകണമെന്നായിരുന്നില്ല. മറിച്ച് യുക്തിവാദം മുന്നോട്ട് വെക്കുന്ന, MLA പറഞ്ഞ പോലെ യാതൊരു യുക്തിവാദമല്ല, യുക്തിവാദം എങ്ങനെ സമൂഹത്തിലെ ഓരോ ചിന്താ മേഖലയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാവുന്നു, അതിന്റെ പ്രായോഗിക പദ്ധതികളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തതാണ് അദ്ദേഹം. ഇപ്പൊ പെരിയൂർ EV രാമസ്വാമിയാണ് തമിഴ്നാട്ടില് ഈ പറയുന്ന രാമനെതിരായിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹം നേരിടുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് പരസ്യമായി രാമവിഗ്രഹങ്ങളും കൊണ്ടുവന്ന് തല്ലിപ്പൊട്ടിക്കുകയും രാവണനെ കീഴെ വിളിക്കുകയും ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ യുക്തിവാദി പ്രസ്ഥാനത്തെ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നാണ് പെരിയാർ. അതിന്റെ ഒരു ചെറിയ പതിമായിരുന്നു സുമനൻ സാർ എന്ന് പറയാം. കാരണം രാമായണ മാസത്തിൽ രാവണ മാസം ആഘോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഇടപെടുന്നത്. നിരവധി വർഷങ്ങൾ, എല്ലാ വർഷവും